ഹലോ എവരിവൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. സോ നമ്മൾ ഇന്ന് ഇവിടെ പാർട്ട് 1 തൊട്ട് പാർട്ട് 5 വരെ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ് എടുത്തായിരുന്നു അല്ലേ? ആ ചാപ്റ്ററിൻ്റെ പല പാർട്സ് എടുത്തായിരുന്നു. അപ്പോൾ പാർട്ടിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് കേട്ടോ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക ഫസ്റ്റ്, പിന്നെ എന്ത് ചെയ്യുക, അതിലെ മാക്സിമം പ്രോബ്ലംസ് സോൾവ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏത് എക്സാം വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ JEE NEET പോലുള്ള ആ ഒരു എൻട്രൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. നമ്മുടെ +2 ലെവലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ NEET JEE പോലുള്ള എക്സാമിന് എന്ത് ചെയ്യാം, ധാരാളം ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് എന്ന് പറയുന്നത് നേഴ്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റിൻ്റെ കൺസെപ്റ്റ് ഫസ്റ്റ് മനസ്സിലാക്കുക. നമ്മൾ എന്നിട്ട് ഈ ഒരു പാർട്ടിൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രോബ്ലംസ് എന്ത് ചെയ്യാണ്, സോൾവ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മൾ മെയിനായിട്ട് പഠിച്ച ഒരു 5 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എന്തായിരുന്നു പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ, E is equal to E0 minus 2.303 RT/NF log 1/mn plus എന്ന് പഠിച്ചു അല്ലേ? അതായത് ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ആണ് കേട്ടോ E എന്ന് പറയുന്നത്. E0 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് 2.303 RT/NF log 1/mn plus ആണെന്ന് പഠിച്ചു. അത് എങ്ങനെയാണ് ഒരു ഇലക്ട്രോഡിന്റെ റിയാക്ഷൻ mn++ n ഇലക്ട്രോൺ ഗീവ്സ് m എന്നുള്ള ഒരു റിഡക്ഷൻ റിയാക്ഷൻ ആണെങ്കിൽ അവിടുത്തെ നേൺസ്റ്റ് ഇക്വേഷൻ, ആ ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള നേൺസ്റ്റ് ഇക്വേഷൻ ആണ് ഇത് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? ഇനി ആ ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണമെങ്കിൽ, ഈ സെല്ല് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ മൈനസ് 2.303 RT/NF ലോഗ് ആനോഡിന്റെ എടുത്ത ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കാഥോഡിൽ എടുത്ത ആ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ. അതായത് നമ്മൾ ഡാനിയൽ സെല്ലിന്റെ കേസിൽ എന്താ ചെയ്തത്, അത് സിങ്ക് 2+ന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ എന്തായിരുന്നു, കോപ്പർ 2+ന്റെ കോൺസെൻട്രേഷൻ ആയിരുന്നു. പിന്നെ മൂന്നാമത്തെ കേസ് നമ്മൾ എന്താ പറയുക, അറ്റ് എക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിൽ ഈ ഒരു ഇക്വേഷനിലെ സെൽ പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ആനോഡിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കാഥോഡിൽ എടുത്ത ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ എന്തായിട്ട് മാറും, Kc ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2.303 RT/NF ലോഗ് Kc ആണ് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി അടുത്ത നാലാമത്തെ ഇക്വേഷൻ, ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, -NF E സെൽ ആണ്, അതിന്റെ സെൽ പൊട്ടൻഷ്യൽ ആണ്. എന്നാൽ അതും സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്, നമ്മൾ അവിടെ എന്ത് ചെയ്യും, ΔG0 എന്ന് മെൻഷൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ -NF ഇവിടുത്തെ E സെൽ എന്തായിട്ട് മാറും, E0 സെല്ലായിട്ട് മാറും. ഇനി അഞ്ചാമത്തെ ഇക്വേഷൻ പഠിച്ചെന്തായിരുന്നു, ആ ഒരു ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചും അതിന്റെ എക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള ഒരു റിലേഷൻ പഠിച്ചായിരുന്നു. അതായത് ΔG0 = -2.303 RT log Kc എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു 5 ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ധാരാളം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോവാണ്, സോൾവ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക ഈ ഒരു വീഡിയോ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് നോട്ടിൽ എഴുതി തന്നെ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് പ്രോബ്ലം നോക്കിയേ, ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ തന്നിട്ടുണ്ട്. എത്രയാണ്, 1.1 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. നമ്മൾ അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം, സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ഓഫ് ദ റിയാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തന്നിരിക്കുന്ന എന്തുവാണോ അത് അതേപോലെ എടുത്ത് എഴുതുക. ഇവിടെ നോക്കി, ഇത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ അല്ല തന്നിരിക്കുന്നത്, E0 ആണ്. കാരണം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ E0 ആണ്. ഓഫ് ഡാനിയൽ സെൽ, ഒരു സെല്ലിന്റെ ആകുമ്പോൾ എന്താണ്, E0 സെല്ലാണ് തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത് E0 സെല്ല് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത്, 1.1 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്താണ്, ഇത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണല്ലേ, അപ്പം ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് എഴുതുന്നു, ഗിവൺ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കി, കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ഓഫ് ദ റിയാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ΔG എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അല്ല, നമുക്ക് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ΔG0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നിരിക്കുന്നത് നിങ്ങൾ എഴുതി, ഇനി കണ്ടുപിടിക്കേണ്ടതിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ എഴുതുക. ഇതാണ് ΔG0ക്ക് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു, ΔG0ക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, -NF E0 സെൽ എന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കി, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, E0 സെൽ അവർ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആരൊക്കെ വേണം, ഒരു N വേണം, F വേണം. ഒരു ഡാനിയൽ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ N എത്രയാണ്, 2 ഇലക്ട്രോൺ ആണ് അല്ലേ. അപ്പോൾ N എന്താണ്, 2 ആണ്. കാരണം എന്താണ്, ഒരു ഡാനിയൽ സെല്ലിൽ സിങ്ക് 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി സിങ്ക് 2++ 2 ഇലക്ട്രോൺ ആകുന്നുണ്ട്. കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറുന്നുണ്ട്, കോപ്പറായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഇലക്ട്രോണുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇലക്ട്രോണിന്റെ നമ്പർ എത്രയാണ്, 2 അതുകൊണ്ട് N എന്താണ്, 2 ആണ്. ഇനി ഫാരഡേയുടെ വാല്യൂ F എന്ന് പറയുന്ന വാല്യൂ നമ്മൾ പഠിച്ചാണ് എത്രയാണ്,
അത് 96487 കൂളോം മോൾ റേസ് ടു -1 ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും അറിയാം അല്ലേ. എന്നിൻ്റെ വാല്യൂ അറിയാം, എഫിൻ്റെ വാല്യൂ അറിയാം, E0 സെല്ലിൻ്റെ വാല്യൂ വരെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ G0 എന്ന് പറയുന്നത് എന്താണ്? -NF E0 സെല്ലാണ്. അങ്ങനെ മൈനസ് എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. എന്നിൻ്റെ വാല്യൂ -2 ഇൻറ്റു ഫാരഡ് എത്രയാണ്? 96487 കൂളോം മോൾ റേസ് ടു -1 ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ യൂണിറ്റ് കറക്റ്റായിട്ട് എഴുതണം. ഇൻറ്റു 1.1 വോൾട്ടാണ് എന്ത്? E0 സെല്ല് വോൾട്ട് എഴുതണം കേട്ടോ. കറക്റ്റ് 1.1 വോൾട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 3 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 96487 ഇൻറ്റു 1.1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് -21271 എന്നാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ വാല്യൂ കിട്ടുന്നത്. -21271 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട യൂണിറ്റ് എഴുതുന്ന കാര്യമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കൂളോം തന്നിട്ടുണ്ട്. കൂളോം എന്തിൻ്റെ യൂണിറ്റ് ആണ്? ചാർജിൻ്റെ യൂണിറ്റ് ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് വോൾട്ട് അല്ലേ. അപ്പോൾ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്താണ്? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ കൂളോം ഇൻറ്റു വോൾട്ട് എന്താണ്? അത് വർക്കാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്താണ്? വർക്കാണ്. വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. അപ്പോൾ നമ്മൾ സിക്കും വിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി, ജൂൾ എഴുതി, പിന്നെ ആരുണ്ട് ബാക്കി? ഒരു മോൾ റേസ് ടു -1 ഉണ്ട്. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ -21271 ജൂൾ മോൾ റേസ് ടു -1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു യൂണിറ്റ് എഴുതുമ്പോൾ ചാർജ് ഇൻറ്റു വോൾട്ട് എന്താണ്? വർക്കാണ്. വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം ജൂൾ മോൾ റേസ് ടു -1 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കിലോ ജൂൾ ആക്കണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് കിലോ ജൂൾ, ഇപ്പം ജൂൾ മോൾ റേസ് ടു -1 എന്നാണ് കിടക്കുന്നത്. ഇതിന് കിലോ ജൂൾ ആക്കണം എന്ത് ചെയ്യണം? 1000 ജൂളാണ് എന്തെന്ന് പറയുന്നത്? 1 കിലോ ജൂൾ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ജൂൾ ആക്കണമെങ്കിൽ ഈ ജൂളിനെ കിലോ ജൂൾ ആക്കണം എന്ത് ചെയ്യുക? നമ്മൾ 1 ജൂൾ എന്ന് പറയുന്നത് എന്താണ്? 1/1000 എന്താണ്? കിലോ ജൂളാണ്. അതായത് 1/1000 നമുക്ക് എങ്ങനെ എഴുതാം? 10⁻³ കിലോ ജൂൾ എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിനെ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ജൂളിനെ നിങ്ങൾക്ക് എന്താക്കി മാറ്റാൻ പറ്റും? കിലോ ജൂളാക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എങ്ങനെ വരും? -21271 ഇൻറ്റു 10⁻³ കിലോ ജൂൾ മോൾ റേസ് ടു -1 എന്ന് എഴുതാം. അതായത് ഈ ഒരു 3 ഡെസിമൽ -3 ആകുമ്പോൾ 3 പാർട്ട് മാറ്റി ഡെസിമൽ ഇടണം അല്ലേ. അപ്പോൾ -21.271 കിലോ ജൂൾ മോൾ റേസ് ടു -1 ആണെന്ത്? അതിനെ കിലോ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ ഇവിടെ വരെ എഴുതി അത് ഇനി അത് കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ ഒരു കൺവേർഷൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഈസിയാണ്. ആ തന്നിരിക്കുന്ന സാധനം അതേപോലെ എഴുതുക. ഇന്ത്യ ഇക്വേഷനിലെ വാല്യൂ കറക്റ്റ്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് അതേപോലെ എഴുതുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒരു യൂണിറ്റ് വരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പോവുക. ഇനി അടുത്തൊരു ചോദ്യം നോക്കിയേ. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇൻ കോണ്ടാക്ട് വിത്ത് എ സൊല്യൂഷൻ ഓഫ് pH10. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഇതിൽ എന്താണ് തന്നിരിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? pH10 ആണ് തന്നിട്ടുണ്ട്. pH = 10 ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു ഈ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആ ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ അല്ലേ. ഈ ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമുക്ക് pH അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ അറിയാവുന്ന ഇക്വേഷൻ എടുത്ത് എഴുതുക. നമുക്കപ്പോൾ ഈ ഒരു അറിയാവുന്ന ഇക്വേഷൻ നോക്കിയിട്ട് ഇത് ഡൗട്ടാണ് അല്ലേ. ഇതിൽ ഏതാണ് നമ്മളൊരു pH വരുന്ന ഇക്വേഷൻ പഠിച്ചത്? പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. pH എന്ന് പറയുന്നത് എന്താണ്? -log H+ ആണ്. pH എന്ന് പറയുന്നത് -log H+ ആണ്. അത് നമുക്ക് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് അല്ലേ. H+ന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കാരണം ഒരു pH തന്നിട്ടുണ്ട്. അതാണ് -log H+ എന്ന് പറയുന്നത് എന്താണ്? 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു log H+ എന്ന് വരുന്ന ഒരു ഇക്വേഷൻ ഏതാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേണിസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് E എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? E0 - 2.303 RT/NF log അല്ലേ 1/mn+ എന്നാണ് നമ്മൾ പഠിച്ചത്. ഏതൊരു റിയാക്ഷൻ്റെ? mn++ n ഇലക്ട്രോൺ ഗീവ്സ് m എന്ന് തരുന്ന ഒരു റിഡക്ഷൻ റിയാക്ഷൻ്റെ നമ്മൾ mn+ന്റെ കോൺസെൻട്രേഷൻ ആയിരുന്നു എടുത്തത് അല്ലേ. നമ്മൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ? ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ കേസാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ വരും? H++ എത്ര ഇലക്ട്രോൺ? ഒരു ഇലക്ട്രോൺ അല്ലേ. ഗീവ്സ് എന്തായിട്ട് മാറും? ½ H2 ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ റിഡക്ഷൻ റിയാക്ഷൻ. കാരണം അവിടെ സ്റ്റാൻഡേർഡ് അവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ റിഡക്ഷൻ റിയാക്ഷൻ എഴുതണം. H+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ½ H2 ആയിട്ട് മാറണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ ഇനി എന്തൊക്കെയാ? നമുക്ക് E0 ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ കേസിൽ
അതിൻ്റെ E0 എന്താണ്? 0 വോൾട്ട് ആണ് അല്ലേ? ഒരു സ്റ്റാൻഡേർഡ് ഹൈ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. മൈനസ് 2.303 ഇൻറ്റു ആർ എത്രയാണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് അല്ലേ? 8.314 ഇൻറ്റു ടി എത്രയാണ്? 298 കെൽവിൻ ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ എൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ് ഈ ഒരു കേസിൽ? 1 ആണല്ലേ? അപ്പോൾ n 1 കൊടുത്തു. ഫാരഡയുടെ വാല്യൂ നമുക്കറിയാം എത്ര? 96487 അല്ലേ? ലോഗ് പിന്നെന്താ ഉള്ളത്? 1/mn+. നമ്മുടെ കേസിൽ 1/, ആ റിയാക്ടൻ്റ് ആരാണ്? H+ ആണല്ലേ? 1/H+. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്താണ്? ലോഗ് H+ ആണ് കിടക്കുന്നത്. ഇവിടെ പക്ഷേ നമുക്ക് ലോഗ് 1/H+ ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലോഗ് 1/H+ എങ്ങനെ ലോഗ് H+ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താണ്. എന്താണ് ലോഗ് 1/A എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് 1/A എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് A (1) എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അതിനെ എനിക്ക് മൈനസ് ലോഗ് A എന്ന് എഴുതാം അല്ലേ? അങ്ങനെ ഇവിടെ നോക്കിയേ, ലോഗ് 1/H+ എനിക്ക് എങ്ങനെ എഴുതാം? 1/H+ എങ്ങനെ എഴുതാം? ലോഗ് H+ (1) എന്ന് എഴുതാം. അങ്ങനെ അതെന്താണ്? മൈനസ് ലോഗ് H+ ആണ് അല്ലേ? അത് ലോഗ് 1/H+ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കൊടുക്കാം? മൈനസ് ലോഗ് H+ കൊടുക്കാം. ആ ഒരു മൈനസ് ലോഗ് H+ന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു മൈനസ് ലോഗ് H+ പകരം 10 എന്ന് കൊടുത്തൂടെ? കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഒരു മൈനസ് ലോഗ് H+ അതിന് പകരം അല്ലേ, ഈ ഒരു വാല്യൂവിന് പകരം നമുക്ക് മൈനസ് ലോഗ് H+ കൊടുക്കാം അല്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു ഇക്വേഷൻ അടുത്ത് എങ്ങനെ എഴുതും? ഇത് 0 പോയി, ബാക്കി എന്തുണ്ട്? മൈനസ് 2.303 ഇൻറ്റു 8.314 ഇൻറ്റു 298 കെൽവിൻ ഡിവൈഡഡ് ബൈ 96487 വരും അല്ലേ? 1 ഇൻറ്റു 96487 ഇൻറ്റു ലോഗ് 1/H+ എന്ന് പറയാൻ എനിക്ക് മൈനസ് ലോഗ് H+ കൊടുക്കാം. അതിൻ്റെ വാല്യൂ എത്രയാണ്? 10. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടിയില്ലേ? എല്ലാം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ ഡിയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വളരെ ഈസിയാണ്. നിങ്ങൾ എന്ത് അറിയേണ്ടത്? ആ ഒരു pH എന്ന് പറയുന്നത് മൈനസ് ലോഗ് H+ ആണെന്ന് അറിയുക. പിന്നെ ലോഗ് 1/H+ നമ്മൾ എഴുതി അതിനെ എങ്ങനെ മൈനസ് ലോഗ് H+ ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് അറിയുക. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മൈനസ് 0.591 വോൾട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ ആയിട്ട് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വോൾട്ട് ആയിരിക്കും. ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ ആയിട്ട് യൂണിറ്റ് വോൾട്ട് ആയിരിക്കും. വളരെ ഈസിയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ആ തന്നിരിക്കുന്ന കാര്യം വെച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഇക്വേഷൻ എഴുതാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ കേസിൽ അവിടുത്തെ എന്നിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. പുസ്തകത്തിൽ തന്നിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്ക് പ്ലേസ്. നിക്കൽ സോളിഡ് പ്ലസ് 2 Ag+. അതിൻ്റെ Ag+ന്റെ കോൺസെൻട്രേഷൻ അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. Ag+ന്റെ കോൺസെൻട്രേഷൻ അവിടെ തന്നിരിക്കുന്നത് 0.002 മോളാർ ആണ്. നിക്കൽ 2+ എന്ന് 0.160 മോളാർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ നമ്മൾ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് EMF ഓഫ് ദ സെല്ല് കണ്ടുപിടിക്കണം. എന്താണ് EMF? EMF ഓഫ് ദ സെൽ എന്ന് പറഞ്ഞാൽ അത് ഈ സെല്ല് തന്നെയാണ് കേട്ടോ. EMF എന്ന് പറഞ്ഞാൽ അത് ഈ സെല്ല് തന്നെയാണ്. എപ്പോഴുള്ള ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ കറണ്ട് ഒന്നും പുറത്തേക്ക് എടുത്തില്ലെങ്കിൽ ആ സെല്ലിനുള്ള പൊട്ടൻഷ്യൽ ആണ് എന്ന് പറയുന്നത് അതിൻ്റെ EMF. അപ്പോൾ ക്വസ്റ്റ്യൻ EMF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ സെല്ല് തന്നെ കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കാം. ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്ക് പ്ലേസ്. ഇതാണ് നിക്കൽ സോളിഡ് പ്ലസ് 2 Ag+ തന്നിട്ടുണ്ട്. അതിൻ്റെ കോൺസെൻട്രേഷൻ Ag+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.02 മോളാർ. ഗീവ്സ് നിക്കൽ 2+ എത്രയാണ്? 0.160 മോളാർ എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് 2 Ag തന്നിട്ടുണ്ട്. ഗിവൺ എന്താണ്? ഗിവൺ തന്നിരിക്കുന്നത് E0 സെല്ല് 1.05 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പക്ഷേ നമ്മുടെ ഡാനിയൽ സെല്ലിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒരു വ്യത്യാസമുണ്ട് അല്ലേ? എന്താ ഡാനിയൽസൺ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് സിങ്ക് പ്ലസ് എന്തായിരുന്നു? Cu2+ ഗീവ്സ് സിങ്ക് 2+ പ്ലസ് Cu ആയിരുന്നു ഒരു ഡാനിയൽസൺ ഇക്വേഷൻ. അതായത് ഇതിൻ്റെ ഫ്രണ്ടിലെല്ലാം എന്തായിരുന്നു? 1 ആയിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ നോക്കി നിക്കലിന്റെ ഫ്രണ്ടിൽ 1 ആണ്. പക്ഷെ ഇവിടെ Ag+ന്റെ ഫ്രണ്ടിൽ എന്താണ്? 2 ആണ്. ഇവിടെ നിക്കൽ 2+ന്റെ ഫ്രണ്ടിൽ 1 ആണ്. ഇവിടെ Agയുടെ ഫ്രണ്ടിൽ എന്താണ്? 2 ആണ്. അങ്ങനെ ഇതിന്റെ ഫ്രണ്ടിൽ ആ ഒരു നമ്പേഴ്സ് മാറ്റം വരുവാണെങ്കിൽ ആ ഒരു റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? A എന്ന് പറയുന്ന ഒരു നമ്പറാണ് ഇവിടെ ഉള്ളത് നോക്കുക. B എന്ന് പറയുന്ന ഒരു നമ്പറാണ് ഇതിന്റെ ഫ്രണ്ടിലുള്ളത്. C എന്ന് പറയുന്ന നമ്പറാണ് ഇതിന്റെ ഫ്രണ്ടിലുള്ളത്. D എന്ന് പറയുന്ന നമ്പറാണ് ഈ ഒരു ചെറിയ D ആണ് ഈ ഒരു ഡിയുടെ ഫ്രണ്ടിലുള്ളതെങ്കിൽ
അവിടുത്തെ ഇ സെൽ എഴുതേണ്ടത് E0 സെൽ മൈനസ് 2.303 RT/NF ഒരു വ്യത്യാസമില്ല. അതേപോലെ തന്നെ ലോഗ് ഈ കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, സിയുടെ മേളിൽ എന്ത് ചെയ്യുക, അതിന് എടുത്ത് ആ ഒരു ടേമിൻ്റെ റേസ് ടു എടുക്കുക. D റേസ് ടു D എന്ന് വരും, A റേസ് ടു A എന്ന് വരും, B റേസ് ടു B എന്ന് വരും. ഓക്കെ, അതായത് നമ്മൾ ഏത് ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കുന്നത് അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലുള്ള നമ്പർ എന്ത് ചെയ്യും, റേസ് ടു എന്ന് വരും. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഫസ്റ്റ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് അതേപോലെ എഴുതുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഈ സെല്ല് കണ്ടുപിടിക്കണം. അത് അതേപോലെ എഴുതി ഈ സെല്ല് കണ്ടുപിടിക്കണം. ഇനി ഗിവൺ ആരൊക്കെ തന്നേക്കുന്നത്, ഗിവൺ ഒന്ന് അതിൻ്റെ E0 സെല്ല് തന്നിട്ടുണ്ട് അല്ലേ. E0 സെല്ല് തന്നിട്ടുണ്ട്, എത്രയാണ് 1.05 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ആ ഒരു Ag+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എന്താണ് Ag+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, എത്രയാണ് 0.002 മോളാർ തന്നിട്ടുണ്ട്. ഇനി Na2+ന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അത് എത്രയാണ് 0.160 മോളാർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നിങ്ങൾക്കറിയാം നമ്മൾ E0 സെല്ല് തന്നിട്ടുണ്ട്, ഈ രണ്ട് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. നമുക്കൊരു സെല്ലിൻ്റെ ഈ സെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു ഈ സെൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇക്വേഷൻ വെച്ച് എഴുതാം, E0 സെൽ മൈനസ് 2.303 RT/NF ലോഗ് ആ ആനോഡിലെടുത്ത ആളുടെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കാഥോഡിലെടുത്ത അയോണിൻ്റെ ആ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ ഈ സെല്ല് കണ്ടുപിടിക്കണം. നമുക്കത് E0 സെല്ല് തന്നിട്ടുണ്ടല്ലേ, തന്നിട്ടുണ്ട്. പിന്നെ ഈ വാല്യൂസ് നമുക്ക് എല്ലാം അറിയണം. എന്നിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ പറയും, കാരണം എന്താ, എന്നെത്ര 2+ ആണല്ലേ, ആ ഒരു ചാർജ് 2+ ആണ്. അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ എന്താണ് 2 ആണ്, 2 ഇലക്ട്രോൺ ആണ്. ഇവിടെ ഒരു പ്ലസ് ആണ്, പക്ഷെ അങ്ങനെ 2 സിൽവർ ഉണ്ടായിട്ട് അത് എന്താണ് 2+ ആണ്, 2 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ എന്താണ് 2 ആണ്. എഫിൻ്റെ വാല്യൂ എന്താണ്, N 2 ആണ്. എഫിൻ്റെ വാല്യൂ എന്താണ് നമ്മൾ പഠിച്ചാണ് 96487 കൂളോം മോൾ റേസ് ടു -1 ആണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാം നമുക്കറിയാം. ടി നമ്മൾ മെൻഷൻ ചെയ്തില്ലെങ്കിൽ ടി എന്തായിട്ട് എടുക്കണം, നമ്മൾ 298 കെൽവിനായിട്ട് എടുക്കണം. ആർ നമുക്കറിയാം എത്രയാണ് 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട്. ഈ ആരാണ് ആനോഡ് ആരാണ് കാഥോഡ് എന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കി, ഈ നിക്കലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, 0 ആണ്. ഈ നിക്കൽ 2+ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, അല്ല നിക്കൽ 2+ അല്ല Ag ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, 0 ആണ്. അതായത് ഇവിടെ 0യിൽ നിന്ന് നിക്കൽ എന്തായിട്ട് മാറി, 2+ ആയിട്ട് മാറി. അതായത് 0യിൽ നിന്ന് നിക്കൽ 2+ ആയിട്ട് മാറിയപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി അല്ലേ, 0യിൽ നിന്ന് 2 ആയിട്ട് മാറി. ഓക്സിഡേഷൻ നമ്പർ കൂടിയ അയാളാണെന്ത്, ആനോഡ്. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. നമ്മൾ പഠിച്ചു ഓക്സിഡേഷൻ, അതായത് ആൻ ഓക്സ് അല്ലേ, ആൻ ഓക്സ് എന്ന് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഇനി ഇവിടെ നോക്കി Ag++1 അല്ലേ, +1 എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, അതുകൊണ്ട് ഇവിടുത്തെ കാഥോഡ് ആരാണ്, സിൽവർ ആണ്. അപ്പം ആനോഡ് നമുക്ക് കിട്ടി നിക്കലാണ്, കാഥോഡ് ആരാണ്, സിൽവർ ആണ്. കാരണം സിൽവറിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, E0 സെൽ മൈനസ് 2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാണ് 8.314, ടി എത്രയാണ് 298 കെൽവിൻ ബൈ എൻ എത്രയാണ് 2 ഇലക്ട്രോൺ ആണ് അല്ലേ, കാരണം 2+ ആണ്. അപ്പം 2 ഇൻറ്റു എഫ് 96487 ലോഗ് ആനോഡ് ആരാണ്, നിക്കലാണ് അല്ലേ, നിക്കലിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് കൂടിയത്. കാഥോഡ് ആരാണ്, സിൽവർ പ്ലസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ തെറ്റിപ്പോകുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ്, ഇവിടെ 2Ag+ ആണ്. ഞാൻ പറഞ്ഞു ഇതിന്റെ ഫ്രണ്ടിൽ ഒരു നമ്പർ വരുവാണെങ്കിൽ ആ നമ്പർ നമ്മൾ എപ്പോഴും എടുക്കണം, റേസ് ടു എടുക്കണം. ഇനി ഇതിന്റെ രണ്ടിന്റെ കോൺസെൻട്രേഷൻ അവർ ക്വസ്റ്റ്യൻ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം എന്താ, ഇവർ രണ്ടും ഒരു മെറ്റൽ ആണ് അല്ലെങ്കിൽ ഒരു സോൾഡ് ആണ്. സോളിഡിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒരു ഏജിയുടെ കോൺസെൻട്രേഷൻ എന്താണ് വരുന്നത്, 1 ആണ്. അല്ലെങ്കിൽ ഒരു നിക്കലിന്റെ കോൺസെൻട്രേഷൻ എന്താണ് വരുന്നത്, 1 ആണ്. നമ്മൾ യൂണിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, പരീക്ഷയ്ക്ക് ഈ ഒരു രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ മെൻഷൻ ചെയ്യാത്ത. കാരണം അവരുടെ കോൺസെൻട്രേഷൻ എന്താണ്, 1 ആണ്. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല, കാരണം അതെന്താണ് 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു Ag+ന്റെ സ്ക്വയർ എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇത് നിങ്ങൾ നോക്കി, നമുക്ക് എന്തുകൊണ്ട് E0 സെൽ തന്നിട്ടുണ്ട്, എത്രയാണ് 1.05 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിനെ എന്ത് ചെയ്യുക, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, -2.303 ഇൻറ്റു 8.314 ഇൻറ്റു 298 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 96487 വരും. ലോഗ് നിക്കൽ 2+ന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 0.160 തന്നിട്ടുണ്ട്.
ഡിവൈഡ് ബൈ സിൽവറിന്റെ കോൺസെൻട്രേഷൻ എത്ര തന്നിട്ടുണ്ട് 0.002 അതിന്റെ സ്ക്വയർ എടുക്കണം കേട്ടോ. നമ്മൾ അതിന്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, ഇത്രയും തന്നിട്ടുണ്ട്. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട് 1.05 വോൾട്ട് ഉണ്ട് മൈനസ് ഈ ഒരു സംഭവം നമ്മൾ സിംപ്ലിഫൈ ചെയ്തു കേട്ടോ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തിരുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഈ ഒരു ഇതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.0296 എന്നാണ് കേട്ടോ. പിന്നെ നമ്മുടെ ലോഗ് ഈ അകത്ത് കിടക്കുന്ന ഒരു വാല്യൂ കേട്ടോ, ഇതേ ഡിവൈഡ് ബൈ ഇതിൻ്റെ സ്കോർ നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 4.6 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ 1.05 മൈനസ് 0.14 വോൾട്ട് എന്ന് കിട്ടും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് 0.91 വോൾട്ട് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. വളരെ ഈസിയാണ്. ഫസ്റ്റ് തന്നിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ എഴുതുക, എന്നിട്ട് നിങ്ങൾ പഠിച്ച ആ നേൺസ്റ്റ് ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഇക്വേഷൻസ് എഴുതി നോക്കുക. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു കോൺസെൻട്രേഷൻ എഴുതിയപ്പോൾ ഇവിടെ 2Ag+ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ എന്ത് ചെയ്യുക നിങ്ങൾ എടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ 0.91 വോൾട്ടാണ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ സെല്ലെന്ന് പറയുന്നത്. ഈസി അല്ലേ? ഇപ്പോൾ ഈ നാലാമത്തെ ചോദ്യം നിങ്ങൾ നോക്കി. നാലാമത്തെ ചോദ്യം, ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് എന്താണ്? 2Fe2+ plus 2I minus gives 2Fe3+ I2 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നത്. കാരണം എന്താണ് E0 എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത്രയാണ് 0.236 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അറ്റ് 298 കെൽവിൻ ടെമ്പറേച്ചറിലാണ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യം കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് എക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ദ സെൽ റിയാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ആ ക്വസ്റ്റിൻ്റെ വലിപ്പം കണ്ട് എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആ തന്നിരിക്കുന്ന സാധനങ്ങൾ ഫസ്റ്റ് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, ആ ഒരു സെല്ലിൻ്റെ ഗിവൺ എന്താണ് തന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് ആ ഒരു സെല്ലിൻ്റെ E0 സെല്ല് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. E0 സെല്ല് തന്നിട്ടുണ്ട്. എത്രയാണ് 0.236 വോൾട്ടാണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുണ്ട്? ടെമ്പറേച്ചർ അല്ലേ. ടെമ്പറേച്ചർ 798 കെൽവിനാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജിയാണ് പറഞ്ഞിരിക്കുന്നത്. ഗിബ്സ് ഫ്രീ എനർജി അല്ല. ഗിബ്സ് ഫ്രീ എനർജി എന്താണ്? ΔG ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ആയിട്ട് ΔG0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ΔG അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വയ്ക്കുക. സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ടെങ്കിൽ ΔG0 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? -NF E0 സെൽ എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് നിങ്ങൾക്ക് E0 സെൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.236 വോൾട്ട്. ഇനി N അറിയണം, F അറിയണം. F നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ്? 96487 കൂളോം മോൾ റൈസ് ടു -1 ആണ്. N എത്രയാണ്? ഇവിടെ നോക്കി I മൈനസ് എന്തായിട്ട് മാറി? I2 ആയിട്ട് മാറി. അതായത് -1 നിന്ന് 0 ആയിട്ട് മാറണം അല്ലേ. ഇനി Fe2+ എന്തായിട്ട് മാറി? Fe3+ ആയിട്ട് മാറി. അങ്ങനെ Fe2+ Fe3+ ആയിട്ട് മാറണമെങ്കിൽ ഒരു ഇലക്ട്രോണെ അല്ലേ കൊടുക്കണ്ടേ? ഒരു Fe2+ന് ഒരു Fe3+ ആയിട്ട് മാറണമെങ്കിൽ ഒരു ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തുമ്പോൾ 3+ കിട്ടും അല്ലേ. കാരണം ഒരു ഇത് 2+ഉം 3+ഉം തമ്മിൽ -1ന്റെ ഡിഫറൻസ് ആണ് അല്ലേ. 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. അത് ഒരു ഇലക്ട്രോണിനെയാണ് ആര് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് Fe2+ ഒരു ഇലക്ട്രോണിനെയാണ് ഇതിന് കൊടുത്തത്. അപ്പോൾ എന്ത് ചെയ്യും? 1 ഇലക്ട്രോണിന് കിട്ടും അല്ലേ. Fe2+ Fe3+ ആയ പ്രോസസ് ഓക്സിഡേഷൻ ആയതുകൊണ്ട് ഓക്സിഡേഷൻ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞു റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ ഇലക്ട്രോൺ എഴുതുന്നത്. അങ്ങനെ എത്ര Fe ഉണ്ട്? അങ്ങനെ 2 Fe ഇല്ല നമുക്ക്. അപ്പോൾ എന്ത് വരും? 2Fe 2 ഇലക്ട്രോൺ വരും. അപ്പോൾ ഈ റിയാക്ഷൻ ഇതിൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. കാരണം Fe2+ Fe3+ ആവണമെങ്കിൽ ഒരു ഇലക്ട്രോൺ വേണം. അങ്ങനെ 2 Fe2+ ആയതുകൊണ്ട് മൊത്തത്തിൽ ആ ഇലക്ട്രോണിന് 2 ഇലക്ട്രോൺ ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 2 എന്ന് കിട്ടി. ഇനി ഈസി അല്ലേ. ΔG0 എങ്ങനെ പിടിക്കാം? -2 ഇൻറ്റു F എത്രയാണ്? 96487 ഇൻറ്റു E0 സെൽ എത്രയാണ്? 0.236 ആണ്. അപ്പോൾ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ΔG0ന്റെ വാല്യൂ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആ ΔG0ന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് -45.541 ജൂൾ പെർ മോൾ ആണ് കേട്ടോ. കിലോ ജൂൾ പെർ മോൾ ആണ് നിങ്ങൾക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നത്. അതായത് നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എന്ത് കിട്ടും? ആ ഒരു യൂണിറ്റ്. അത് നിങ്ങൾ എഴുതി നോക്കി എങ്ങനെ കിട്ടുന്നത് നോക്കി.
ഫസ്റ്റ് ഈ ഒരു സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതെന്താണ്? ഈ ഒരു വാല്യൂ കൂളോം മോൾ റേസ് ടു -1 ആണ് അല്ലേ ഇതിന്റെ യൂണിറ്റ്. 96487 കൂളോം മോൾ റേസ് ടു -1 ആണ് ഇതിന്റെ യൂണിറ്റ്. ഓക്കെ, യൂണിറ്റ് കൂടെ എഴുതുക. പിന്നെന്താ E0 സ്ഥലത്ത് വന്നിട്ടുണ്ട് 0.236 വോൾട്ടും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ -2 × 96487 കൂളോം മോൾ റേസ് ടു -1 × 0.236 വോൾട്ട് ആണ്. ഇനി കൂളോം വോൾട്ടോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പഠിച്ചത് എന്താണ്? ചാർജ് ഇൻറ്റു വോൾട്ടേജ് എന്താണ്? വർക്കാണ്. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. പിന്നെ നിങ്ങൾക്കുള്ള ജൂൾ മോൾ റേസ് ടു -1 എന്ന് കിട്ടും അതിന്റെ യൂണിറ്റ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജൂളിലാണ്. എത്രയാണ് ജൂൾ കിട്ടുന്നത്? -45541.9 ജൂൾ മോൾ റേസ് ടു -1 എന്ന് കിട്ടും. അതിനെ കിലോ ജൂളിലോട്ട് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? -45.54 കിലോ ജൂൾ മോൾ റേസ് ടു -1 എന്ന് കിട്ടും. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വാല്യൂ കിട്ടുന്നത് കേട്ടോ. വളരെ ഈസിയാണ്. ആ ക്വസ്റ്റിന്റെ വലിപ്പം കണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പേടിക്കേണ്ട. ആ ഒരു സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. തന്നിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ എഴുതുക, പഠിച്ച ഇക്വേഷൻ അതേപോലെ എഴുതുക. ഇനി നമുക്ക് അങ്ങനെ ∆G0 വാല്യൂ കിട്ടി അല്ലേ? ഇനി നമ്മുടെ അടുത്ത് ഒരു ക്വസ്റ്റൻ കൂടെ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടുണ്ട്. എന്താണ് സെക്കൻഡ് പാർട്ടായിട്ട് ഒരു ക്വസ്റ്റൻ കൂടെ ചോദിച്ചിരിക്കുന്നത്? നമുക്കിപ്പോൾ ∆G0 കിട്ടി. അവരൊരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് എക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. എക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താണ്? Kc ആണ് അല്ലേ? Kc കണ്ടുപിടിക്കണം. നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആൾറെഡി ഗിബ്സ് ഫ്രീ എനർജി, സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി കണ്ടുപിടിച്ചു. അപ്പോൾ അത് വെച്ച് ഈസി ആയിട്ട് Kc കണ്ടുപിടിക്കുക. എന്താണ് ആ ഇക്വേഷൻ? ∆G0 = -2.303 RT log എന്താണ്? Kc ആണ്. അത് Kc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ∆G0 തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു. -2.303 RT log Kc ആണ്. ഇനി ∆G0 നമുക്ക് കിട്ടി അല്ലേ? ജൂളിൽ ഒരു വാല്യൂ കിട്ടി. എത്രയാണ് കിട്ടിയത് നമുക്ക്? 45541 ജൂൾ മോൾ റേസ് ടു -1 കിട്ടിയായിരുന്നു നമുക്ക് അല്ലേ? ഇൻറ്റു -2.303 RT log Kc എടുത്താൽ പോലെ. ഇവിടെ ലോഗ് Kc കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഈ ഒരു വാല്യൂവിനെ താഴോട്ട് കൊണ്ടുവന്നാൽ പോരെ. എത്ര കിട്ടും? 45541 ഡിവൈഡഡ് ബൈ -2.303 ഇൻറ്റു ആറിൻ്റെ വാല്യൂ എത്രയാണ്? 8.314 ഇൻറ്റു ടീൻ്റെ വാല്യൂ എത്രയാണ്? 298. അപ്പോൾ നിങ്ങൾക്ക് ലോഗ് Kc ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോഗ് Kcൻ്റെ വാല്യൂ 8 എന്നാണ് കേട്ടോ കിട്ടുന്നത്. ഏകദേശം 8 എന്ന് കിട്ടും. അപ്പോൾ Kc എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ആൻറ്റി ലോഗ് 8 ആണ്. ആ ലോഗ് 8 നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ ആൻറ്റി ലോഗ് 8 ആണ് എന്ന് പറയുന്നത് Kc എന്ന് പറയുന്നത്. അതിന് നമുക്ക് എഴുതാം 10⁸ എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 10⁸ ആണ് അതിൻ്റെ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് കിട്ടുന്നത്. വളരെ ഈസിയാണ്. നമ്മൾ ഗിബ്സ് ഫ്രീ എനർജി കണ്ടുപിടിച്ചു. അപ്പം ഗിബ്സ് ഫ്രീ എനർജിയും ആ എക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡയറക്റ്റ് വാല്യൂസ് അവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലോഗ് Kc അവിടെ വെച്ചിട്ട് ബാക്കി താഴേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് Kc എടുക്കാനായിട്ട് എന്ത് ചെയ്യുക? ആൻറ്റി ലോഗ് ഓഫ് ആ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ എക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. വളരെ ഈസിയാണ്. ഈ ഒരു ചോദ്യം നോക്കിയേ, വളരെ ഈസിയാണ് കേട്ടോ. ഇഫ് EAg + bar Ag 0.80 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ H + bar H2ന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.0 വോൾട്ട് ഇൻ എ സെൽ വിച്ച് വിൽ ആക്ട് ആസ് ആനോഡ് ആൻഡ് വിച്ച് വിൽ ആക്ട് ആസ് കാഥോഡ്. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ റൈറ്റ് സെൽ റെപ്രസെന്റേഷൻ. ആ സെല്ലിന്റെ റെപ്രസെന്റേഷൻ എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദ സെൽ. ആ സെല്ലിൽ നമ്മൾ എന്ത് മെഷർ ചെയ്യണം? EMF കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നിരിക്കുന്നത് എന്ത് ചെയ്യുക? അതേപോലെ എഴുതുക. ഗിവൺ ആര് തന്നിട്ടുണ്ട്? EAg പ്ലസ് തന്നിരിക്കുന്ന സാധനങ്ങൾ അതേപോലെ എഴുതുക കേട്ടോ. EAg + bar Ag തന്നിട്ടുണ്ട്. എത്രയാണ്? 0.80 വോൾട്ട് തന്നിട്ടുണ്ട്. പിന്നെ E ഓഫ് H + bar H2 തന്നിട്ടുണ്ട്. എത്രയാണ്? 0 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിത് പറയുന്നത് വിച്ച് വിൽ ആക്ട് ആസ് ആനോഡ് ആൻഡ് കാഥോഡ്. ഇതിന് ആർക്കാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യാനുള്ളത്, കാഥോഡായിട്ട് ആക്ട് ചെയ്യാനായിട്ട് കഴിവുള്ളത്? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഇക്വേഷനിൽ Ag പ്ലസ് EAg + bar Ag എന്ന് പറയുന്ന ഈ ഒരു പൊട്ടൻഷ്യൽ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ Ag പ്ലസ് എന്തായിട്ടാണ് മാറുന്നത്? Ag ആയിട്ടാണ് മാറുന്നത് അല്ലേ? Ag പ്ലസ് Ag ആയിട്ടാണ് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കണം അല്ലേ? കാരണം +1 എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അവിടെ റിഡക്ഷൻ സംഭവിച്ചു. റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോണിനെ വാങ്ങണം. ഇനി നോക്കി H പ്ലസിൻ്റെ നോക്കി E ഓഫ് H + bar H2. അവിടെ എന്താ സംഭവിച്ചത്? H പ്ലസ് എന്തായിട്ട് മാറണം? H2 0 ആയിട്ട് മാറണം. അതായത് +1 നിന്ന് 0 കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ വാങ്ങണം. അപ്പോൾ അയാൾക്ക് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. അത് ഈ രണ്ട് പൊട്ടൻഷ്യൽ യഥാർത്ഥത്തിൽ എന്താണ്? അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. കാരണം എന്താണ്? ഇത് രണ്ടും അതിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ ആണല്ലേ? കാരണം ഇലക്ട്രോൺസ് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്.
ആ ഒരു എ ജി പ്ലസ് എ ജി ആയിട്ട് മാറുവാണ്, എച്ച് പ്ലസ് എച്ച് ടു ആയിട്ട് മാറുവാണ്. അതായത് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് പൊട്ടൻഷ്യൽ എന്താണ്? അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. എന്താണ് അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ല. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആവണമെങ്കിൽ അവർ എങ്ങനെ തരണമായിരുന്നു? എ ജി ബാർ എ ജി പ്ലസ് എന്ന് തരണമായിരുന്നു. അതായത് എ ജി പ്ലസ് സീറോയിൽ നിന്ന് എ ജി പ്ലസ് ആയിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. അപ്പം എ ജി സീറോ എ ജി പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ എന്ന് എഴുതിയാൽ അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ്. ഇ ഓഫ് എച്ച് ടു ബാർ എച്ച് പ്ലസ് എന്ന് എഴുതിയാൽ എന്താണ്? എച്ച് ടു ഗ്യാസ് എന്തായിട്ട് മാറണം? എച്ച് പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതായിട്ട് മാറണം, എച്ച് ടു ആയിട്ട് മാറണം. ഇത് രണ്ടും എന്താണ്? അതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ പരീക്ഷയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ അല്ല. നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. നിങ്ങൾ അടുത്ത അറിയേണ്ട ഒരു കാര്യം, നമ്മളൊരു ഡാനിയൽസിൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഇ ഓഫ് സിങ്ക് 2 പ്ലസ് ബാർ സിങ്ക്, അതായത് സിങ്ക് 2 പ്ലസ് സിങ്ക് ആയിട്ട് റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ -0.76 വോൾട്ടാണെന്ന് പഠിച്ചായിരുന്നു. ഇനി ഇ ഓഫ് സി യു 2 പ്ലസ് ബാർ സി യു, കോപ്പറിൻ്റെ കേസിൽ അത് +0.34 വോൾട്ടാണെന്ന് പഠിച്ചായിരുന്നു. ഇതിൽ കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആർക്കാണ്? കോപ്പറിനാണ് അല്ലേ? 0.34 ആണ് -0.76 വലിയ വാല്യൂ അല്ലേ? കാരണം നമ്മുടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. അത് ഇയാളാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്തത്. അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുതലുള്ള ആളാണ് എന്ത്? കാഥോഡ്. ഇനി നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് ഇവിടെ രണ്ട് വാല്യൂ തന്നിട്ടുണ്ട്. സിൽവറിൻ്റെ ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ്റെ ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ആർക്കാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ? 0.80 ആണ് വലുത്, 0.0 വോൾട്ട് ആണ് വലുത്. 0.80 വോൾട്ടാണ് വലുത് അല്ലേ? അപ്പം വലിയ ആൾ എന്താണ്? വലിയ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള വാല്യൂ ഉള്ള ആൾ എന്താണ്? കാഥോഡാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടിയ എന്താണ്? കാഥോഡ് എന്ന് പറയുന്നത് സിൽവർ ഇലക്ട്രോഡാണ്. ആനോഡ് ആരാണ്? ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. അപ്പം കാഥോഡ് സിൽവർ ഇലക്ട്രോഡും ആനോഡ് എന്താണ്? ഹൈഡ്രജൻ ഇലക്ട്രോഡുമാണ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം നോക്കുന്നത്. വളരെ ഈസിയാണ്. തന്നിരിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ് കൺസിഡർ ചെയ്യുക. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നതെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ കൂടുതലുള്ള ആളാണ് എന്തെന്ന് പറയുന്നത്? കാഥോഡ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കുറവുള്ള ആളാണ് എന്ത്? ആനോഡ്. നിങ്ങളിത് മറന്നു പോയെങ്കിൽ വേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർക്കാൻ ഞാൻ നിങ്ങൾക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഓർത്ത് വെക്കാനായിട്ടൊരു ട്രിക്ക് പഠിപ്പിച്ചു തന്നായിരുന്നു. എന്താണ്? ലില്ലിക്കുട്ടിയെ കാണാൻ നല്ല മൊഞ്ചാണ്, ആലുവയിലെ സിഗ്നലിനടുത്ത് ഫ്രോക്കും ലെഗീൻസും ഹീൽസും ഇട്ട് കോളേജിൽ പോകുന്ന സിൽവർ ചെരുപ്പിട്ട സ്വർണ്ണ മുടിയുള്ള കൊച്ചാണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഈ ഒരു ഓർത്തിരിക്കാനായിട്ട് ഈ ഒരു കോഡ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ലില്ലിക്കുട്ടിയെ കാണാൻ നല്ല മൊഞ്ചാണ്, ആലുവയിലെ സിഗ്നലിനടുത്ത് ഫ്രോക്കും ലെഗീൻസും ഹീൽസും ഇട്ട് കോളേജിൽ പോകുന്ന സിൽവർ ചെരുപ്പിട്ട സ്വർണ്ണ മുടിയുള്ള കൊച്ചാണ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ഇത് നിങ്ങൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഹൈഡ്രജൻ്റെ എത്രയാണെന്ന് പറഞ്ഞു? 0 വോൾട്ടാണ്. ഓക്കെ, ഇതിൽ എപ്പോഴും മേളിൽ കിടക്കുന്ന ആളായിരിക്കും ആനോഡ്, താഴെ കിടക്കുന്ന ആളായിരിക്കും കാഥോഡ്. ഇനി നോക്കി, എ ജി ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. എ ജി എന്താണ്? താഴെ കിടക്കുമല്ലേ? താഴെ കിടക്കുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും? കാഥോഡ് ആയിരിക്കും. കാരണം ഹൈഡ്രജനും സിൽവറുമാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജനും സിൽവറുമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മേളിൽ കിടക്കുന്ന ആൾ ആനോഡും താഴെ കിടക്കുന്ന ആൾ കാഥോഡും ആയിരിക്കും. അപ്പോൾ ഹൈഡ്രജൻ ആനോഡും സിൽവർ കാഥോഡും ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. പക്ഷേ അതിൻ്റെ പ്രോപ്പർ വേ എന്ന് പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആളാണ് എന്തെന്ന് പറയുന്നത്? കാഥോഡ് എന്ന്. അതിന് ഡാനസിൽ നോക്കിയാൽ സിങ്ക് ഉണ്ട്, കോപ്പറുണ്ട് അല്ലേ? സിങ്ക് ഉണ്ട്, കോപ്പറുണ്ട്. അപ്പം മേളിൽ കിടക്കുന്ന സിങ്ക് ആയതുകൊണ്ടാണ് സിങ്ക് ആനോഡ്, താഴെ കിടക്കുന്ന കോപ്പർ ആയതുകൊണ്ടാണ് കോപ്പർ കാഥോഡ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം കേട്ടോ. പക്ഷേ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഒരു കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലുള്ള ആളെ എന്ത് ചെയ്യുക? നമ്മൾ കാഥോഡായിട്ട് എഴുതുക. ആ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നമ്മൾ അങ്ങനെ എഴുതിയോണ്ടാണ് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആളുടെ എന്താണ്? കാഥോഡും, അത് കുറവുള്ള ആൾ ആനോഡും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം കിട്ടി. ഇനി ബി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ആയിരുന്നു സിൽവർ ഇലക്ട്രോഡ് ആയിരുന്നു എന്ത്? കാഥോഡ്. ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആയിരുന്നു എന്ത്? ആനോഡ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, റൈറ്റ് സെൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? ആനോഡിൻ്റെ ഇത് എഴുതിയിട്ട് എന്ത് ചെയ്യുക? സാൾട്ട് ബ്രിഡ്ജ് കാഥോഡ്. ആനോഡ്, സാൾട്ട് ബ്രിഡ്ജ്, കാഥോഡ്. ആനോഡ് ആരാണ് ഇവിടെ? ഹൈഡ്രജൻ ആണ് അല്ലേ? അപ്പോൾ നോക്കി എങ്ങനെ എഴുതാം ആനോഡിനെ? ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അല്ലേ? ഓക്സിഡേഷൻ സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എച്ച് എന്തായിട്ട് മാറണം? ഓക്സിഡേഷൻ സംഭവിക്കണമെങ്കിൽ H2 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിക്കുമോ? H+? ഇല്ല. H2 എന്തായിട്ട് മാറണം? H+ ആയിട്ട് മാറണം. കാരണം 0യിൽ നിന്ന് +1 വരുമ്പോഴാണ് ആർക്ക്
ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഹൈഡ്രജൻ അല്ലേ. അപ്പം 0-ൽ നിന്ന് +1 വരുമ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കും. H+H2 ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വാങ്ങണം അല്ലേ. അപ്പോൾ ഇതെന്താണ്? റിഡക്ഷനാണ്. ഇതാണ് എന്ത്? ഓക്സിഡേഷൻ. നമ്മൾ ആനോഡിൽ എപ്പോഴും സെൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ എങ്ങനെയാണോ വരുന്നത് അതേപോലെ എഴുതണം. എന്താണ്? H2 എന്തായിട്ട് മാറി? H+ ആയിട്ട് മാറി. H2 ബാർ H+. ഇനി ഒരു H+, ഒരു ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് മാത്രമല്ല ഉള്ളത്, ആരുണ്ട്? ഒരു പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാറ്റിനം കൂടെ കാണിക്കണം. അപ്പോൾ പ്ലാറ്റിനം ബാർ H2 ബാർ H+ എന്ന് വരും. ഓക്കെ. പിന്നെ സാൾട്ട് ബ്രിഡ്ജ്. കാഥോഡിൽ ആരാ ഉള്ളത്? സിൽവർ ഉള്ളത്. സിൽവർ എന്ത്? കാഥോഡിൽ എന്ത് സംഭവിക്കുന്നത്? Ag+ ആണ് എന്തായിട്ട് മാറേണ്ടത്? Ag ആയിട്ട് മാറേണ്ടത്. അപ്പം ഇതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ. അത് ആനോഡ്, സാൾട്ട് ബ്രിഡ്ജ്, കാഥോഡ്. ആനോഡിൽ എപ്പോഴും നമ്മൾ ഓക്സിഡേഷൻ നടക്കുന്ന റിയാക്ഷനാണ് എഴുതേണ്ടത്. കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്ന റിയാക്ഷനാണ് എഴുതേണ്ടത്. ഓക്സിഡേഷൻ നടക്കുന്ന റിയാക്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ H2 ബാർ H+ എഴുതിയത്. അവിടെ നമുക്ക് പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ ഉണ്ടായതുകൊണ്ട് ഒരു പ്ലാറ്റിനം കൂടെ നമ്മൾ കാണിക്കണം. ഈ കാഥോഡിൽ Ag+ ആണ് എന്തായിട്ട് മാറുന്നത്? Ag ആയിട്ട് മാറുന്നത് കേട്ടോ. കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. Ag+ ബാർ Ag എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ രണ്ടാമത്തെ കിട്ടിയല്ലോ. നിങ്ങൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അതിൻ്റെ EMF കണ്ടുപിടിക്കണം. എന്താണ്? ആ സെല്ലിൻ്റെ EMF. EMF എന്ന് പറഞ്ഞാൽ അത് ഈ സെല്ല് ആണെന്ന് ഞാൻ നിങ്ങളുടെ പറയാറുണ്ട് അല്ലേ. ഈ സെല്ല് കണ്ടുപിടിക്കുക ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അല്ലെങ്കിൽ എന്താണ്? ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ കാഥോഡ് ആരാണ്? സിൽവർ ആണ്. അയാളുടെ വാല്യൂ എന്ത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്ര വന്നിട്ടുണ്ട്? +0.80 വോൾട്ട്. മൈനസ് ആനോഡ് ആരാണ്? ഹൈഡ്രജൻ അല്ലേ, 0 വോൾട്ട്. എത്ര കിട്ടും? +0.80 വോൾട്ടാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ. ആ ഒരു സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് +0.80 വോൾട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറയ്ക്കുക, അല്ലെങ്കിൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറയ്ക്കുക. ഇവിടെ രണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു പ്രശ്നമില്ല. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം? +0.80 വോൾട്ടിൽ എന്ത് കുറയ്ക്കാം? ആ ഒരു ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ 0 വോൾട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടും. അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്? ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ആരാണ് സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജന്റ്, ആരാണ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ എല്ലാം ആരെയാണ് ആക്ച്വലി തന്നിരിക്കുന്നത്? ഈ ഒരു 5 ഓപ്ഷനിൽ ആരെയാണ് തന്നിരിക്കുന്നത്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണോ തന്നിരിക്കുന്നത്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ തന്നിരിക്കുന്നത്? അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. എന്താണ് കാരണം? K+ ബാർ K എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് K+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറണം? K ആയിട്ട് മാറണം. അതായത് എന്താണ്? ഇതിൻ്റെ റെഡ്യൂസിങ്, അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നത്. മഗ്നീഷ്യത്തിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നത്. ക്രോമിയത്തിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് തന്നിരിക്കുന്നത്. സിൽവറിൻ്റെ അതേപോലെ മെർക്കുറിയുടെ എന്താണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആൾക്കല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആളാണ് എന്തെന്ന് പറയുന്നത് കാഥോഡ് എന്ന് പറയുന്നത് അല്ലേ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആളാണ് കാഥോഡ്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ആളാണ് ആനോഡ്. നമ്മൾ പറഞ്ഞു ഒരു റിയാക്ഷൻ നമ്മൾ രണ്ടെണ്ണമായിട്ട് കൺസിഡർ ചെയ്യാമെങ്കിൽ അപ്പോൾ നമ്മൾ ഇവരെ തമ്മിൽ കൺസിഡർ ചെയ്യാൻ ഇതിൽ ആർക്കാണോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ അയാൾ എന്താണ്? കാഥോഡ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആൾ ആനോഡ് എന്ന് പറയും. നിങ്ങൾ നോക്കി, ഇതാണ് നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലേ, ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ഇനി നോക്കി താഴോട്ട് വരുന്നതോ അതിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്തോ കൂടും, ആ വാല്യൂ കൂടും അല്ലേ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുക ആക്ച്വലി അവിടെ എന്തോ സംഭവിക്കുന്നത്? അതായത് കോപ്പർ സിങ്കും എടുത്തു കഴിഞ്ഞാൽ കോപ്പർ ആക്ച്വലി എന്തോ ചെയ്തേ? സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോണിനെ വാങ്ങി അല്ലേ. സിങ്കിൽ നിന്ന് 2 ഇലക്ട്രോണിനെ വാങ്ങിയപ്പോൾ എന്ത് ചെയ്തു? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു, കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു അല്ലേ. അപ്പോൾ ആക്ച്വലി കോപ്പർ എന്തോ ചെയ്യുന്നത്? കോപ്പർ സിങ്കിനെ ഓക്സിഡേഷൻ നടക്കാൻ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്. അതേപോലെ സിങ്ക് എന്താ ചെയ്യുന്നത്? കോപ്പറിനെ റിഡക്ഷൻ നടക്കാൻ സിങ്ക് സഹായിക്കുകയല്ലേ ചെയ്യുന്നത് അതിൻ്റെ 2 ഇലക്ട്രോണിനെ കൊടുത്തിട്ട്. അതായത് കോപ്പർ സിങ്കിനെ ഓക്സിഡൈസ് ചെയ്യാൻ സഹായിക്കുന്നു, സിങ്ക് കോപ്പറിനെ റിഡക്ഷൻ നടക്കാൻ സഹായിക്കുന്നു. അതായത് കോപ്പർ താഴെ കിടക്കുന്ന ആൾ മേളിൽ കിടക്കുന്ന ആളെ എന്താക്കാനാണ് സഹായിക്കുന്നത്? ഓക്സിഡേഷൻ. അതായത് താഴെ കിടക്കുന്ന ആൾക്ക് മേളിൽ കിടക്കുന്ന ആളെ ഓക്സിഡേഷൻ നടത്താനായിട്ട് സഹായിക്കാൻ പറ്റും. അപ്പോൾ താഴോട്ട് വരുന്നതോറും പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കാനായിട്ട് സഹായിക്കാൻ പറ്റും. അതായത് താഴോട്ട് വരുന്നതോറും അവർ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കൂടുതലുള്ള ആൾക്ക് കാഥോഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ അവരെന്താണ്? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. താഴോട്ട് വരുന്നതോറും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മറ്റേ ആളെ എന്ത് ചെയ്യാൻ പറ്റും?
ഓക്സിഡേഷന് വിധേയമാക്കാനായിട്ട് പറ്റും. അപ്പം മേലോട്ട് പോകുന്നവർ അവർ എന്തായിട്ട് മാറും? അവർ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. കാരണം താഴെ കിടക്കുന്നവരെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ആർക്ക് കഴിയും? ഈ മേളിൽ കിടക്കുന്നവർക്ക് കഴിയും. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മൾ ഒരു ഇൻക്രീസ് ഇൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എഴുതുകയാണെങ്കിൽ അതിൻ്റെ താഴെ കിടക്കുന്ന ആൾക്ക് സ്ട്രോങ് ഓക്സിഡൈസിങ് പവർ കൂടുതലായിരിക്കും, മേളിൽ കിടക്കുന്ന ആൾക്ക് സ്ട്രോങ് റെഡ്യൂസിങ് പവർ കൂടുതലായിരിക്കും. കാരണം കോപ്പറാണ് സിങ്കിനെ എന്ത് ചെയ്യുന്നത്? ഓക്സിഡൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ താഴോട്ട് വരുന്നത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അത് കൂടിയ വാല്യൂ ഉള്ള ആൾ, ഈ ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുതലുള്ള ആൾ എന്താണ്? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂവിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ? സിൽവറിനാണല്ലേ. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? നമ്മുടെ സിൽവർ ആണ്. ഇനി സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? മേളിൽ കിടക്കുന്ന ആളാണല്ലേ. അതായത് ഏറ്റവും വാല്യൂ കുറവുള്ള ആൾ. ഇതിലെ ആർക്കാണ് ഏറ്റവും വാല്യൂ കുറവുള്ള ആൾ? പൊട്ടാസ്യം ആണല്ലേ. അപ്പം പൊട്ടാസ്യം ആണ് എന്ത്? സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ്. സിൽവർ ആണ് എന്ത്? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. വളരെ ഈസിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ആ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓർഡറിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ആൾ എന്തായിരിക്കും? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. ഏറ്റവും വാല്യൂ കുറവുള്ള ആൾ മറ്റേ ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും? റിഡക്ഷന് സഹായിക്കും. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് പറയും. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന 6 ചോദ്യങ്ങൾ. ഈ 6 ചോദ്യങ്ങളുള്ള കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു നേൺസ്റ്റ് ഇക്വേഷൻ എന്നുള്ളൊരു ഭാഗം എന്താണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും കേട്ടോ.